ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ മുടി കാണുമ്പോൾ അറിയാം, നമുക്ക് നല്ല തിന്നിങ് ഉണ്ട്, ലോങ് ഹെയർ ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ നെറ്റി കവർ ആവുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് നല്ല നെറ്റി കാര്യം എനിക്ക് ഇവിടം വരെ മുടി ഉണ്ടായിരുന്നതാണ്, ഈ ഭാഗം വരെ ഇങ്ങനെ കവർ ചെയ്ത് എൻ്റെ ഒരു 20ാമത്തെ വയസ്സിലൊക്കെ. അപ്പോൾ ഇത്ര മുടി ഉണ്ടായിരുന്നു. എൻ്റെ ക്രൗൺ ഏരിയ ഒക്കെ നല്ല രീതിയിൽ വിസിബിളാണ്, നോക്കിയാൽ മതി, കാണാം മുടി നല്ലപോലെ പൊഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് എനിക്ക് കുറച്ച് നാളായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഒരു 20ാം വയസ്സ് മുതലാണ് എനിക്ക് ഈ മുടി പൊഴിച്ചിൽ വന്നു തുടങ്ങിയത്. ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഗുളികൾ കഴിച്ചു, എണ്ണ യൂസ് ചെയ്തു, ഒന്നും ഒരു കാര്യമില്ല. എല്ലാം ഒരു താൽക്കാലികമായിട്ടുള്ളൊരു സൊല്യൂഷൻ മാത്രമാണ്. അങ്ങനെയാണ് എനിക്ക് ഇനിയൊരു പെർമനൻറ്റ് സൊല്യൂഷൻ എൻ്റെ ഫ്യൂച്ചറിൽ വേണമെന്ന് എനിക്കൊരു മനസ്സിലുള്ള ആഗ്രഹം വന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുറേ മിനോക്സിൽ അപ്ലൈ ചെയ്തു. പക്ഷേ മിനോക്സിൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് ജെനറ്റിക്സ് ആയിട്ട് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ, അല്ലെ ആ കഷണ്ടി വരാൻ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മിനോക്സിൽ അപ്ലൈ ചെയ്താൽ പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടത്തില്ല. അതൊരു ടെമ്പററി സൊല്യൂഷനാണ്. മുടി വരും, മിനോക്സിൽ അപ്ലൈ ചെയ്താൽ ബ്ലഡ് ഫ്ലോ സ്കാൽപ്പിലോട്ട് കൂടിയിട്ട് നമുക്ക് മുടി വരും. നല്ലപോലെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഈ ഏരിയയിലൊക്കെ എനിക്ക് നല്ലപോലെ മുടി വന്നതാണ് മിനോക്സിൽ അപ്ലൈ ചെയ്തിട്ട്. പക്ഷേ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വന്ന മുടി 2 മാസത്തിനകം അത് പോയി. അപ്പോൾ അതുകൊണ്ട് ഒരു പെർമനൻറ്റ് സൊല്യൂഷന് വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ഒരു സജസ്റ്റ് ചെയ്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. ഇപ്പോൾ ഒരുപാട് നല്ല ക്ലിനിക്ക് കേരളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജെനുവിനിറ്റി ഉള്ള ക്ലിനിക്കിൽ ഞാനിപ്പം പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവരെ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തു. അപ്പോൾ അതിന് മുന്നേ അവരെനിക്ക് കുറേ മെഡിക്കൽ ലാബ് ടെസ്റ്റും ബ്ലഡ് ചെക്കപ്പും എല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. മുടി വേണമെന്നുള്ളവർ മാത്രം ഇതിൻ്റെ ഒരു പുറകെ പോയാൽ മതി. മുടി വേണ്ട, കുഴപ്പമില്ല എന്നുള്ളവർ ആ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്യൂച്ചറിൽ മുടി വേണം, നമ്മൾ മരിക്കുന്നതിന് വരെ നമ്മുടെ തലയിൽ മുടി വേണം എന്നുള്ളവർ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ പെർമനൻറ്റ് ഗ്രോത്ത് ആണ്. കാര്യം കുറേ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടാണ് ഇപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതുപോലെ തന്നെ എനിക്കും നല്ല ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നാളെയാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ. നിങ്ങൾക്ക് എൻ്റെ മുടി ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഇത്രയാണ്, ഇങ്ങനെയാണ് എൻ്റെ മുടി പോയിരിക്കുന്നത്. കാര്യം ഇത് കാണിച്ചാലേ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം റിസൾട്ട് എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് മുടി. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ക്രൗൺ ഏരിയ ഒന്നുകൂടെ കാണിക്കാം. ഇത് ഇങ്ങനെ ഇവിടെ എല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ ഒരു ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഒരു മുടിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നാളെ ചെയ്ത് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഓരോ ആഴ്ചയിലും ഞാൻ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാം, എൻ്റെ പ്രോഗ്രസ്സും കാര്യങ്ങളും. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രമാത്രം പ്രോഗ്രസ് ഉണ്ടായി എന്നുള്ളത്. അപ്പം ഓരോ ആഴ്ച വെച്ച് ഞാൻ എൻ്റെ ഹെയറിൻ്റെ പ്രോഗ്രസ് ഞാൻ ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഏതായാലും നാളെ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അത് കഴിഞ്ഞൊരു 4 ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യാം. ഏതായാലും ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ. ചിലർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. ഇത് ചെയ്താൽ പ്രോഗ്രസ് ഉണ്ടാകുമോ, എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ, വെച്ച മുടി പൊഴിയുമോ, ഇതിനൊക്കെ ഒരു എക്സാമ്പിൾ ഒരു എന്ത് പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ. കാര്യം എൻ്റെ ഈ ലൈവായിട്ട് ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ലൈവ് പ്രോഗ്രസ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഒരു മനസ്സിൽ ചില വീഡിയോസൊന്നും അവരെല്ലാത്തിനെ പറ്റിയൊന്നും പറയത്തൊന്നുമില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. കാര്യം ഞാൻ ഇത് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഇതെന്താണ് ചെയ്യേണ്ടത്, ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. എന്തായാലും നാളെ കഴിഞ്ഞൊരു 4 ദിവസം കഴിഞ്ഞ്, നാളെ ട്രാൻസ്പ്ലാന്റേഷനാണ്. അപ്പം 4 ദിവസം കഴിഞ്ഞ് എനിക്ക് ചെറിയ പെയിൻ കാണും. ചെയ്ത് കഴിഞ്ഞ് ലോക്കൽ അനസ്തേഷ്യ തന്നിട്ടാണ് ചെയ്യുന്നതെങ്കിലും കുഞ്ഞു മുറിവ് ഉണങ്ങുന്നതിന് വരെ ചെറിയ പെയിനൊക്കെ കാണും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചെയ്ത ഫ്രണ്ട്സും പറഞ്ഞ് അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. എന്തായാലും ഓക്കെ, ബൈ, ശരി എന്നാൽ.